Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് ലഡ്ഡു ആണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് പോയിട്ട് ഈ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കോക്കനട്ട് ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കോക്കനട്ട് ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ 1 കപ്പ് ഷ്രെഡഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. ഷ്രെഡഡെന്നോ ഡെസിക്കേറ്റഡ് കോക്കനട്ടെന്നോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പറയുന്ന ആ സംഗതി. ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ആ ഷ്രെഡഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ കുറച്ച് ലിക്വിഡ് കൂടുതലുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മളിത് നന്നായി മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ അടുത്ത കപ്പും കൂടി ആഡ് ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യമായിട്ട് അത് ആഡ് ചെയ്തത്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ പാൽപ്പൊടിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ഈ വീഡിയോൻ്റെ പുറകിലുമായിട്ട് ഇടാം. അപ്പം ഹോം മെയ്ഡായ കാരണം അത് സ്വീറ്റൻഡ് അല്ല. അപ്പോൾ റെഗുലർ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ കുറച്ച് മധുര കൂടുതൽ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ അൺസ്വീറ്റൻഡ് കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇതിനെ ഇളക്കുന്നത്. നോൺ സ്റ്റോപ്പായിട്ട് ഇളക്കണം, കരിയാതെ. ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടുള്ളൊരു മാവാണ്. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം, വല്ലാതെ തണിയരുത്, ഒന്ന് നമുക്കിങ്ങനെ പിടിച്ച് കുഴയ്ക്കാനൊക്കെ പറ്റിയൊരു കണ്ടീഷൻ ആയതിനു ശേഷം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ പാകത്തിന് തണിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ലൂക്ക് വാം സ്ഥിതിയിലുണ്ടാവുക. ആ സ്ഥിതിയിൽ നമുക്കത് ഉരുട്ടിയെടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഒട്ടുന്ന ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു തരി നെയ്യ് തടവിയിട്ട് വേണം ഇതുപോലെ ഉരുട്ടാനായിട്ട്. പിന്നെ ഏത് സൈസ് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ നമ്മുടെ ഷ്രെഡഡ് കോക്കനട്ട് ഒന്നുകൂടി മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ലഡ്ഡു ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യാം. ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലിയൊരു നെല്ലിക്കയുടെ സൈസിൽ അങ്ങനെയാണ് ഞാൻ ആ സൈസിലാക്കാറ്. ഒരു ബൈറ്റ് സൈസ് ഉള്ള പോലെ. നമ്മുടെ യൂഷ്വൽ തടിയൻ ലഡ്ഡുവിൻ്റെ അത്രയും ആക്കാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ്. ഭയങ്കരമായി തണിയുന്നതിൻ്റെ മുന്നേ ഉരുട്ടണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കോക്കനട്ട് പീസസ് അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് വിഷ് യു എ വെരി ഹാപ്പി ദിവാലി.